ഒരു ട്രിപ്പായാലോ? സീറ്റ് പെട്ടെന്ന് ഫില്ലാവുന്നുണ്ട്. രജിസ്ട്രേഷൻ ടൈമിൽ ഞങ്ങൾ അലാം വെച്ച് സെറ്റ് ചെയ്ത് ബുക്ക് ചെയ്തൊരു ട്രിപ്പായിരുന്നു ഇത്. ചിലവ് ചുരുക്കാൻ ഞങ്ങൾക്കുള്ള ഫുഡെല്ലാം ഞങ്ങൾ തന്നെ എടുത്തായിരുന്നു. അപ്പോൾ ഈ സംഭവം ഉണ്ടല്ലോ നല്ല ടേസ്റ്റായിരുന്നു. ഈ കിംച്ചി റമ്യൻ ഹോട്ട് വാട്ടറൊക്കെ എടുത്തു കൊണ്ടുവന്നത് അങ്ങനെ വണ്ടിയിൽ വെച്ചിട്ട് ഞങ്ങൾ ടമ്മി ഫില്ല് ചെയ്തു. ഇത് കോളേജിൽ നിന്ന് ഫസ്റ്റ് ഇയേഴ്സിനുള്ള ട്രിപ്പായിരുന്നു. അപ്പോൾ $10 ഇവർ നമ്മളെ ടൊറൻഡോ സൂവിൽ കൊണ്ടുപോയി അവിടുത്തെ എൻട്രി ഫീ എല്ലാം ഇതിൽ തന്നെ വരും. എന്നിട്ട് നമ്മളെ വൈകിട്ട് തിരിച്ചു കൊണ്ടുവരും. അതായിരുന്നു പ്ലാൻ. എൻ്റെ ക്ലാസ്സിൽ നിന്ന് ഞാനും അക്ഷയും മാത്രമായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയുണ്ടല്ലോ ഈ സൂവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ടൊറൻഡോ ഒണ്ടാരിയോ കാനഡയിൽ വരുന്നതാണ്. ഇത് ഈ 287 ഹെക്ടേഴ്സായിട്ട് ഇങ്ങനെ വ്യാപിച്ചെടുക്കുന്ന ഒരു വലിയ ഏരിയ തന്നെയാണിത്. അപ്പോൾ ഗൂഗിളിൽ വെച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊറൻഡോ സൂ ആണ് ലാർജസ്റ്റ് സൂ ഇൻ കാനഡ എന്നാണ്. മാപ്പ് കണ്ടപ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി, നമുക്ക് ഒത്തിരി നടക്കാനുണ്ടെന്ന്. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ 12:30 ആയി. അത് നടന്നാൽ മാത്രം പോരാ, ഈ നടന്ന വഴി മുഴുവനും നമ്മൾ തിരിച്ചു നടന്നാലാണ് എൻട്രൻസിലെത്തുള്ളൂ. ബിക്കോസ് അതല്ലാതെ കറങ്ങി വരുന്ന വഴിയിൽ എന്തോ മെയിൻ്റനൻസ് നടക്കുന്നതുകൊണ്ട് അത് ക്ലോസ് ആയിരുന്നു. ഇനി 5:30 അവിടെ എത്തിയില്ലെങ്കിൽ തിരിച്ച് ഇവർ നമ്മളെ കൂട്ടാതെ പോകും. അപ്പം നമ്മൾ തന്നെ നമ്മുടെ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ബാക്ക് ടു ഹോം നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. പിന്നെ ഞങ്ങൾക്ക് ഇത് ആദ്യമായിട്ടുള്ള സ്ഥലമായതുകൊണ്ടും തിരിച്ച് വണ്ടി വിട്ടു പോകുന്ന കാര്യം ആലോചിക്കാനേ വയ്യാത്തതുകൊണ്ടും ഞങ്ങൾ 5:30 തന്നെ എന്തായാലും എത്തണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ രണ്ടാളുടെയും വലിയ എക്സൈറ്റ്മെൻറ്റ് എന്തായിരുന്നു വെച്ചാൽ നമ്മൾ നാട്ടിൽ തൃശ്ശൂർ സൂവും ട്രിവാൻഡ്രം സൂ ഒക്കെ കണ്ടിട്ട് വരുമ്പോൾ അവിടെ ഇല്ലാത്ത എന്തൊക്കെ ആനിമൽസ് ആയിരിക്കും ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ എന്തെല്ലാം സ്പീഷീസ് ആയിരിക്കും എന്നൊക്കെയായിരുന്നു. ഞങ്ങൾക്ക് പുതിയതൊക്കെ കാണാത്ത ആനിമൽസിനൊക്കെ കാണാമല്ലോ എന്ന്. ഞാൻ ദുബായിലായിരുന്ന സമയത്തും ദുബായിക്ക് സഫാരി പാർക്കിൽ പോകണമെന്ന് ഒത്തിരി പ്രാവശ്യം പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷെ അത് നടന്നില്ല. ടൊറൻഡോ സൂ 7 ജോഗ്രഫിക് റീജിയൻസ് ആയിട്ട് തിരിച്ചിരിക്കുകയായിരുന്നു. ഈച്ച് റീജിയൻസിലുള്ളത് അവിടെയുള്ള ആനിമൽസും പ്ലാന്റ്സും എന്തൊക്കെയാണോ അതൊക്കെയായിരുന്നു ഈച്ച് റീജിയൻസിൽ അവർ കാണിച്ചിരുന്നത്. അപ്പോൾ ഈ 7 റീജിയൻസ് എന്ന് പറയുമ്പോൾ ഇൻഡോ മലയ, ആഫ്രിക്ക, അമേരിക്ക, ടൻഡ്ര ടർക്ക്, ഓസ്ട്രേലിയ, യൂറോഷ്യ ആൻഡ് കനേഡിയൻ ഡൊമൈൻ, ഇതൊക്കെയായിരുന്നു 7 റീജിയൻസിൽ വരുന്നത്. നടന്നങ്ങനെ ഗ്രീൻ ഹൗസ് എത്തിക്കഴിഞ്ഞപ്പോൾ ഇതേ നമ്മുടെ നാട്ടിലെ പൂച്ചവാല് പണ്ട് ഇതൊക്കെ വെച്ചിട്ട് എന്തോരം കളിച്ചിരിക്കുന്നു. പക്ഷേ അറിയാമായിരുന്നു അവരുടെ നാട്ടിലെ മങ്കിവാൽ എന്നാണ് പറയാറുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ അവിടെ ഓർക്കിഡ്, ചെത്തിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ പിറകിൽ ഏതോ ഒരു മലയാളിയാണെന്ന്. ഇത് മാത്രമല്ല, ഇനി ബാക്കി കാണാൻ വരുന്നേ ഉള്ളൂ. ഞാൻ ട്രാക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. പായാ കറിവേപ്പില്ല, കോക്കോ ട്രീ, കുട്ടി വാഴ, നോക്ക് വാഴമാവ്. ഇത് സ്ഥലം മാറിപ്പോയി. അടിക്കുന്നത് ഈ വാഴയും മാവൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നാട്ടിലൊരു പറമ്പിലെത്തിയ ഫീലായിരുന്നു. പിന്നെ അതുപോലെ അവിടെ മണി പ്ലാന്റ്, നമ്മുടെ ചെമ്പരത്തി വരെ ഉണ്ടായിരുന്നു. തിരിഞ്ഞു കഴിഞ്ഞപ്പോഴുണ്ടോ നിറയെ വാഴത്തോട്ടം, പിന്നെ നിറച്ച് വാഴ.
നടന്നു നടന്ന് ഇതെല്ലാം കഴിഞ്ഞ് ഇനി ഇത് ക്രോസ് ചെയ്യണം. അതിനുള്ള ആരോഗ്യമില്ലാതിരിക്കും. ഇനി ഇത് കഴിഞ്ഞ് ഇവിടുന്ന് ഇങ്ങനെ പോകാനാണ് പ്ലാൻ. എന്നിട്ട് കനേഡിയൻ ഡൊമെയിനിലേക്ക് പോയിട്ട് ഈ നടന്ന വഴി മുഴുവൻ തിരിച്ചു നടന്ന് വേണേലും എൻട്രൻസ് എത്താനായിട്ട്. കാരണം ഇവിടുന്ന് ഇങ്ങോട്ട് ആക്സസ് ഇല്ല. നമുക്ക് നടക്കാം. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്താനായിട്ടുള്ളൂ. നടക്കാം. ഇത് നടന്നിട്ട് ഇങ്ങോട്ട് പോവാം. ഓക്കേ. പണ്ടത്തെ അപ്പന്മാരുടെ ഫോട്ടോ Changing my name! Oh, what's in a name? And I got downhearted! How did you feel? Every time that I... Hey, Pumba! Not in front of the kids. Oh, sorry. Hakuna Matata! What a wonderful phrase! Hakuna Matata! Ain't no passing craze! പേര് എഴുതിയിരിക്കുന്നു. ക്ഷീണിച്ച് ഞങ്ങൾക്ക് തിരിച്ചെത്താനായിട്ട് സൂം മൊബൈലിൻ്റെ വണ്ടി കിട്ടി. അപ്പോൾ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു എക്സ്പീരിയൻസ്. അതുപോലെ ഇതിൽ ലൈവ് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് അങ്ങനെ ഓരോന്ന് പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഓരോ ആനിമൽസിനെ പറ്റിയും ഓരോ സ്ഥലത്തിനെ പറ്റിയും കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുമായിരുന്നു. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കിതിലിരുന്നപ്പോൾ തോന്നിയത് പണ്ട് ഊട്ടിയിൽ കുന്നൂർന്ന് മേട്ടുപ്പാളയത്തിലേക്ക് ട്രെയിനിൽ പോയില്ലേ, അതിൻ്റെ ഒരു വേറൊരു വേർഷൻ, ഒരു ചെറിയ വേറൊരു വേർഷനായിട്ട് തോന്നി. Right now, hopefully he will make his way up to say goodbye as we head towards the Eurasia drive-thru. And a couple of important reminders. We do have two brand new baby Mongolian wild horses. They are both females, and one of them is just up at your Toronto Zoo. Pink colored milk due to the high concentration of protein, but trust me, it doesn't taste like straw.
Take a look over to your left-hand side. You can see our Discovery Zone, which is the habitat of our 2 alpacas, Reggie and Jimbo, with their miniature dogs. This is possible when a tree falls over, they're left to naturally decay. Salamanders, skunks, and raccoons. And in the summertime, when the leaves have fully grown, it creates a canopy over top of the road, making it about 10 degrees. We are now reaching the end of our tour, so please remain seated until we have come to a full and complete stop. Check for all personal belongings and watch your head and step in when exiting the Zoomobile. A big thanks from both myself and Krishna for ഞങ്ങൾ വിചാരിച്ച സമയത്തിനേക്കാളും കുറച്ച് നേരത്തെ എത്തിയായിരുന്നു. പുറത്താണെങ്കിൽ നല്ല മഴ ഉണ്ടായിരുന്നു. ഈ വണ്ടി കിട്ടിയത് നന്നായി എന്തായാലും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു ഹോട്ട് ചോക്ലേറ്റ് എടുത്താലോ എന്ന്. നാടൻ ചായ കുടിക്കാനൊക്കെ പറ്റിയൊരു മൂഡായിരുന്നു. പക്ഷെ നമുക്ക് ചായ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഹോട്ട് ചോക്ലേറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ 5:30 ആയപ്പോഴേക്കും എല്ലാവരും അവിടെ വന്നായിരുന്നു തിരിച്ചു പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണേ. Want to share any experience? I mean, any good experience with us? അങ്ങനെ ഞങ്ങളുടെ ടൊറൻഡോ സൂ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ ദിവസം. എന്തായാലും അടിപൊളിയായിരുന്നു. ഞങ്ങൾ കുറേ കണ്ടു, കുറേ നടന്നു, കുറേ എൻജോയ് ചെയ്തു. ഇനി ഇതുപോലെ ഇവൻറ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ബുക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ, ടിൽ ദെൻ നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ.